Okay, appo we are discussing our last class, the around the world, alle countries, avudത്തെ city, അവിടെയുള്ള famous monument അല്ലേ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യം കുറച്ചെണ്ണം ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോ അത് ഏതൊക്കെയാണ്? ആദ്യം ഉണ്ട് കൺട്രി നെയിം, അവിടെ കൊടുത്തിട്ടില്ല അല്ലേ. കൺട്രി നെയിമിന്റെ അടുത്ത് ബ്ലാങ്ക് ആണ്. നെക്സ്റ്റ് വൺ എന്തുണ്ട്? സിഡ്നി ഉണ്ടല്ലേ, കൺട്രി നെയിം കൊടുത്തിട്ടില്ല. സിഡ്നി എന്നുള്ളടുത്ത് സിറ്റിന്റെ അടുത്ത് സിഡ്നി എഴുതിയിട്ടുണ്ട് അല്ലേ. ദെൻ തേർഡ് വൺ അല്ലെ, ഫേമസ് മൊണ്യൂമെന്റ് ഇൻ ദ കൺട്രി അല്ലെ. ആ കൺട്രിയിലുള്ള ഫേമസ് മൊണ്യൂമെന്റ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അവിടെയും ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പോ ഒന്നാമതുണ്ട് കൺട്രി നെയിമിന്റെ അടുത്ത് ബ്ലാങ്ക് ആയി കൊടുത്തിട്ടുണ്ട്. ദെൻ സിറ്റി നെയിം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ഫൗണ്ട് ചെയ്യേണ്ടത് സിഡ്നി എന്നുള്ള സിറ്റി ഏത് കൺട്രിയിലാണെന്ന് നമ്മൾ ആദ്യം ഫൗണ്ട് ചെയ്യണം. ദെൻ സിഡ്നിയിലുള്ള ഫേമസ് മൊണ്യൂമെന്റ് ഏതാണെന്നും നമ്മൾ ഫൗണ്ട് ചെയ്ത് വെക്കണം അല്ലെ. അപ്പോ എവിടെയാണ് സിഡ്നിന്ന് നമ്മൾ പറഞ്ഞല്ലേ ശ്രീദേവ്? സിഡ്നി എവിടെയാണ് മോനെ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു അല്ലെ ശ്രീദേവ്? അൺമ്യൂട്ട് ചെയ്തേ മോനെ. ഓസ്ട്രേലിയ. ഓക്കെ, ഓസ്ട്രേലിയയിലാണ് സിഡ്നി ഉള്ളത് അല്ലേ. അപ്പൊ സിഡ്നിയിലുള്ള ഫേമസ് മൊണ്യൂമെന്റ് ഏതാണ് മോനെ? സിഡ്നി ഒപ്പേറ ഹൗസ്. ഓക്കെ, സിഡ്നി ഒപ്പേറ ഹൗസ് അല്ലേ, അതാണ് സിഡ്നിയിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മോണ്യൂമെന്റ് അല്ലേ. അവിടെ ഉള്ള ഒരു ആ സിറ്റി സിഡ്നി ഫേമസ് ആയിട്ടുള്ളത് സിഡ്നി ഒപ്പേറ ഹൗസിന്റെ നെയിമിലാണ് അല്ലേ. അപ്പൊ അത് അതിന്റെ നെയിമിന്റെ കൂടെ തന്നെ ഉണ്ട്. സിഡ്നി ഒപ്പേറ ഹൗസ് എന്നാണല്ലേ പറയണത്. അപ്പൊ സിഡ്നിയിലുള്ള ഒപ്പേറ ഹൗസ് ആണല്ലേ അത്. അപ്പൊ സിഡ്നി ഉള്ളത് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലുള്ള സിഡ്നിയിലുള്ള ഫേമസ് മോണ്യൂമെന്റ് ആണ് സിഡ്നി ഒപ്പേറ ഹൗസ്. ഓക്കെ, is it clear? Okay. Then next one, ഇംഗ്ലണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. കൺട്രി നെയിമിന്റെ അടുത്ത് ഇംഗ്ലണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. സിറ്റി അവിടെ ബ്ലാങ്ക് ആണ്. ഫേമസ് മൊണ്യൂമെന്റിന്റെ അടുത്തും പേരൊന്നും കൊടുത്തിട്ടില്ല അല്ലേ. ജസ്റ്റ് എ സെക്കൻഡ്. ഇംഗ്ലണ്ടിലാണല്ലേ. ഇംഗ്ലണ്ടിലുള്ള ലണ്ടനിലുള്ള ബിഗ് ബെൻ ആണ് അല്ലെ. ബിഗ് ബെൻ ഈസ് എ ടവർ ഇൻ ദ സിറ്റി ലണ്ടൻ അല്ലെ. ലണ്ടൻ ആണ്, ലണ്ടൻ ഇംഗ്ലണ്ടിലാണല്ലേ. ഇംഗ്ലണ്ടിലുള്ള ലണ്ടനിലുള്ള ബിഗ് ബെൻ ആണ് നെക്സ്റ്റ് മൊണ്യൂമെന്റ് അല്ലേ. ബിഗ് ബെൻ ഈസ് എ മൊണ്യൂമെന്റ്, ഈസ് എ ക്ലോക്ക് ടവർ. ഓക്കെ, ദെൻ തേർഡ് വൺ ഇതുപോലെ തന്നെയാണ്. കൺട്രി നെയിം ബ്ലാങ്ക് ആണ് അല്ലെ. സിറ്റി നെയിം കൊടുത്തിട്ടില്ല. അവിടെയുള്ള ഫേമസ് മൊണ്യൂമെന്റിന്റെ നെയിം മാത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് ആൻഡ്രോസ്? അത് വായിക്കുക. തേർഡ് വണ്ണില് ഫേമസ് മൊണ്യൂമെന്റിന്റെ അടുത്ത് ഒരു നെയിം ഉണ്ടല്ലേ. തേർഡ് ബിഗ് ബെന്നിന്റെ താഴെ എന്താണ് അത് വായിക്കുക മോളെ? ദ കൊളോസിയം അല്ലേ. ഓക്കെ ഓക്കെ, അത് ദ കൊളോസിയം ആണ്. ദ കൊളോസിയം ഈസ് ഇൻ എവിടെയായിരിക്കാം? കൊളോസിയം റോമിലാണ് കേട്ടോ. കൊളോസിയം ഈസ് ഇൻ റോം. റോം എവിടെയാണ്? റോം ഏത് കൺട്രിയിലാണെന്ന് അറിയാമോ? ഇറ്റലി അല്ലേ ദേവാഞ്ജന? ഓക്കെ, ഇറ്റലിയിലാണ് റോം. ആ റോമിലാണ് ദ കൊളോസിയം എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് മോണ്യൂമെന്റ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഈസ് USA അല്ലേ. കൺട്രി നെയിമിന്റെ അടുത്ത് USA എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ സിറ്റി നെയിം അവിടെ ബ്ലാങ്ക് ആണ്. ഫേമസ് മൊണ്യൂമെന്റിന്റെ പേരും അവിടെ കൊടുത്തിട്ടില്ല. അപ്പോ USA-യിലുള്ള സിറ്റി ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ആ സിറ്റിയിലുള്ള ഫേമസ് മൊണ്യൂമെന്റ് ഏതായിരിക്കുന്നു നമ്മൾ ഫൗണ്ട് ചെയ്യണം അല്ലേ. അപ്പോ US-ലുള്ള ഒരു സിറ്റി നെയിം ഏതാണ്? ആർക്കറിയാം US-ലുള്ള സിറ്റി നെയിം? ജംബിൽ ആദിദേവ് പറയുന്നുണ്ടല്ലേ മോനെ. ആദിദേവ് എന്താണ് മോനെ ആൻസർ? ന്യൂയോർക്ക്. ന്യൂയോർക്ക് അല്ലേ. ഓക്കെ റൈറ്റ്. ന്യൂയോർക്ക് ഉള്ളത് USA-യിലാണ് അല്ലേ. USA-യിലുള്ള ഒരു സിറ്റി ആണ് ന്യൂയോർക്ക്. അപ്പൊ ആ ന്യൂയോർക്കിലുള്ള ഒരു ഫേമസ് മൊണ്യൂമെന്റ് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോ അത് ഏതായിരിക്കാം ഫേമസ് മൊണ്യൂമെന്റ്? സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ലേ. ഇറ്റ്സ് എ സ്റ്റാച്യു. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ലേ. അതൊരു സ്റ്റാച്യു ആണല്ലേ, സമാധാനത്തിന്റെ അല്ലേ. സ്റ്റാച്യു ഓക്കെ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ലേ. സ്വാതന്ത്ര്യത്തിന്റെ ഒരു ലിബർട്ടിയുടെ ഒരു
സ്റ്റാച്ചു ആണ് അതല്ലേ? സ്റ്റാച്ചു മീൻസ്, സ്റ്റാച്ചു എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രതിമയാണല്ലേ? അപ്പോ USA-യിലുള്ള ന്യൂയോർക്കിലുള്ള സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണല്ലേ? സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണ് USA-യിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മോണ്യൂമെന്റ് അല്ലേ? നെക്സ്റ്റ് എബിൻ ബിജു മോനെ ലിസൺ. നെക്സ്റ്റ് വൺ അവിടെ എന്ത് കൊടുത്തിട്ടുണ്ടല്ലേ? നെക്സ്റ്റ് വൺ കൺട്രി നെയിം അവിടെ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സിറ്റി നെയിം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? സിറ്റി നെയിം കൊടുത്തിട്ടുണ്ടല്ലേ എബിൻ? അപ്പോ സിറ്റി നെയിം കൊടുത്തിരിക്കുന്നത് പാരീസ് എന്നാണ്. പാരീസ് ഏത് കൺട്രിയിലാണ് മോനെ അറിയാമോ? പാരീസ് ഉള്ളത് ഏത് രാജ്യത്താണ്? വിച്ച് കൺട്രി അറിയാമോ മോനെ? അവിടെയുള്ള ഒരു ഫേമസ് മോണ്യൂമെന്റും ഉണ്ട് അല്ലേ? അപ്പോ പാരീസ് എന്നുള്ളത് ഏത് കൺട്രിയിലാണെന്ന് നമ്മൾ ഫൗണ്ട് ചെയ്യണം. ദെൻ ആ കൺട്രിയിലുള്ള ആ പാരീസിലുള്ള ചമ്പിയിൽ ടീച്ചർ കണ്ടു, ഞാൻ വിളിക്കാട്ടോ. പാരീസിലുള്ള ഫേമസ് മോണ്യൂമെന്റും ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ പാരീസ് ഏത് കൺട്രിയിലാണെന്ന് ആർക്കറിയാം? ആഗ്നസ് അറിയോ മോളെ പാരീസ് എവിടാണെന്ന്? അറിയില്ല അല്ലേ? പാരീസ് സെബ അറിയാമോ മോളെ? വേർ ഈസ് പാരീസ്? പാരീസ് ഏത് കൺട്രിയിലാണെന്ന് അറിയാമോ സെബ? നോ? ഓക്കെ, ആദിദേവിന് അറിയാം, ശംബീലിന് അറിയാം. അറിയാത്തവർ ആരെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദേവാഞ്ജന പറയുന്നുണ്ട് മോളെ പാരീസ് ഏത് കൺട്രിയിലാണ് മോളെ? ദേവാഞ്ജന അൺമ്യൂട്ട് ചെയ്ത് മോളെ. പാരീസ് എവിടെയാണ് മോളെ? അറിയില്ല? ഓക്കെ, നോ പ്രോബ്ലം. പാരീസ് ഉള്ളത് ആരാ പറയാൻ പോകുന്നത്? അറിയുന്നവരാരോ പറയുന്നുണ്ടല്ലേ? നമുക്ക് ഷമീലിനോട് ചോദിച്ചു നോക്കാം അല്ലെ? ആദിദേവ് ഞാൻ വിളിക്കാട്ടോ. ഷമീൽ പറയും മോനെ, പാരീസ് എവിടാണ് മോനെ? ഓക്കെ, റൈറ്റ്. പാരീസ് ഉള്ളത് ഫ്രാൻസിലാണ് കേട്ടോ. പാരീസ് ഇസ് ഇൻ ഫ്രാൻസ്. ഓക്കെ, അവിടെ എഴുതുക. എല്ലാവരും എഴുതണം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ എഴുതിയില്ലേ? അവിടെ നോക്കുക, സ്പെല്ലിംഗ് ഉണ്ട്. തേർഡ് വണ്ണില് അല്ലെ? ഫോർത്ത് വണ്ണിലാണല്ലേ? USA ന്യൂയോർക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഫിഫ്ത് വൺ ഫ്രാൻസ് പാരീസ്. അത്ര എഴുതുക. ഫ്രാൻസ് എഴുതുക. പാരീസ് അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഫ്രാൻസ് എന്നുള്ളത് നമ്മൾ എഴുതുക. ഓക്കെ, ഫ്രാൻസ് എഴുതുക. പാരീസ് അവിടെ ഉണ്ട്. ദെൻ പാരീസിലുള്ള ഫേമസ് മോണ്യൂമെന്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ? പാരീസിലുള്ള ഫേമസ് ഒരു മോണ്യൂമെന്റ് ഉണ്ടല്ലേ? ഇവിടെ കുറെ നെയിം കൊടുത്തിട്ടുണ്ടല്ലേ? അവിടെ ഒരു ബോക്സിൽ തേർഡ് വൺ സിഡ്നി ഒപ്പേറ ഹൗസ് എന്നുള്ളതിന്റെ താഴെ കുറെ നെയിം കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഉണ്ട്, ആർക് ഡി ട്രിയോംഫ് ഉണ്ട്, ബിഗ് ബെൻ, സിഡ്നി ഒപ്പേറ ഹൗസ് ആൻഡ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ലേ? അത്രയും നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ പാരീസിലുള്ള ഏതോ ഒരു മോണ്യൂമെന്റ് അതിലുണ്ട്. ഏതായിരിക്കാം? ഷംബീലിന് അറിയോ മോനെ? പാരീസ് ഫ്രാൻസിലാണെന്ന് ഷംബീൽ പറഞ്ഞല്ലേ? അപ്പോ ഫ്രാൻസിലുള്ള പാരീസിലുള്ള ആ ഫേമസ് മോണ്യൂമെന്റ് ഏതാണ് മോളെ? പാരീസിലുള്ള ഏതാണ് ഷംബീലെ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു മോനെ. ഫ്രാൻസിലുള്ള പാരീസിലുള്ള ഫേമസ് മോണ്യൂമെന്റ് ഏതാണ്? പറയും മോനെ. ഷംബീൽ അൺമ്യൂട്ട് ആയല്ലോ, പറഞ്ഞോളൂ. വായിക്കാൻ കിട്ടാത്തത് കൊണ്ടാണ് പറയാൻ പറ്റാത്തത് അല്ലേ? ഓക്കെ, കുറച്ച് ടഫ് ആയിട്ടുള്ള നെയിം ആണല്ലേ? നമുക്ക് വായിക്കാൻ പ്രൊണൗൺസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടഫ് ആണല്ലേ? ആർക് ഡി ട്രിയോംഫ് എന്നാണ് അത് വായിക്കുക. ട്രിയോംഫ്. ഓക്കെ, TRIOMPHE അല്ലേ? ട്രിയോംഫ്. ആർക് ഡി ട്രിയോംഫ്. അതാണ് ആർക് ഡി ട്രിയോംഫിന്റെ ഫോട്ടോ ഉണ്ടല്ലേ അവിടെ കൊടുത്തിട്ട്? സെക്കൻഡ് വൺ ഫോട്ടോ കണ്ടില്ലേ? അതാണ് ആർക് ഡി ട്രിയോംഫ്. അതുള്ളത് എവിടെയാണ്? പാരീസിലാണ്. പാരീസ് ഫ്രാൻസിലാണ് അല്ലേ? ഓക്കെ, റൈറ്റ്. എല്ലാവരും എഴുതിയോ? ആർക് ഡി ട്രിയോംഫ് ഈസ് ഇൻ പാരീസ് അല്ലേ? പാരീസിലുള്ള ആർക് ഡി ട്രിയോംഫ്. ഓക്കെ, സെബ, where are you going to off your video? വീഡിയോ ഓഫ് ചെയ്ത് എവിടെയാണ് പോയത് സെബ? ലിസൺ. ഓക്കെ, ഇപ്പോ ഫ്രാൻസിലുള്ള പാരീസിലുള്ള ആർക് ഡി ട്രിയോംഫ് ഇത്രയും കംപ്ലീറ്റ് ചെയ്തില്ലേ ശ്രീദേവ്? എഴുതില്ലേ മോനെ? ഓക്കെ, എല്ലാവരും എഴുതാട്ടോ. സ്പെല്ലിംഗ് അവിടെ ഉണ്ട്, അറിയണമെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഫ്രാൻസില് പാരീസില് ആർക് ഡി ട്രിയോംഫ്, ARCR
DEDTRIOMPHE ആർക് ഡി ട്രിയോംഫ്. സൂര്യദേവ് എഴുതിയില്ലേ മോനെ? ഓക്കെ. അശ്വിൻ എഴുതിയില്ലേ മോനെ? അശ്വിന്റെ ടീച്ചർക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല. അശ്വിൻ വല്ലാതെ ഇരുട്ട് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഓക്കെ, ഇപ്പൊ നന്നായിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഷെഫി എഴുതിയോ മോനെ? മോളെ എഴുതിയില്ലേ ഷെഫി? ഓക്കെ, ഡൺ. ആൻഡ്രോസ് എഴുതിയോ മോളെ? ആൻഡ്രോസ് എഴുതിയോ മോളെ? ഓക്കെ ഓക്കെ. എന്താണ് മോളെ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ, പറഞ്ഞോളൂ. എഴുതിയില്ലേ? ഫ്രാൻസ്, പാരീസ്, ആർക് ഡി ട്രിയോംഫ് എഴുതിയോ? ഫിഫ്ത്ത് വൺ എഴുതിയോ? ഓക്കെ, റൈറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള. എല്ലാം എഴുതിയില്ലേ? ദേവാഞ്ജന മോളെ എഴുതിയില്ലേ? ഓക്കെ. ആഗ്നസ് എഴുതിയില്ലേ? ആഗ്നസ് ഫ്രാൻസ്, പാരീസ്, ആർക് ഡി ട്രിയോംഫ് എഴുതിയില്ലേ? എന്താണ് മോളെ ആഗ്നസ്? എന്താണ് ഒന്നാമത്തെ എഴുതിയില്ല? ഏതാണ്? നമ്പർ 1 ആണോ എഴുതാത്തെ? സിഡ്നിന്റെ നേരെയുള്ളതാണോ എഴുതാത്തെ? അവിടെ കൺട്രി എന്നുള്ളടുത്ത് ഓസ്ട്രേലിയ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഓസ്ട്രേലിയ, സിഡ്നി ഒപ്പേര ഹൗസ്, ഇത്രയാണത്. ഫസ്റ്റ് വൺ ഓസ്ട്രേലിയ, സിറ്റിയിലടുത്ത് സിഡ്നി ഓൾറെഡി ഉണ്ട്. ഫേമസ് മോണ്യൂമെന്റിന്റെ അടുത്ത് എന്ത് എഴുതുക? സിഡ്നി ഒപ്പേര ഹൗസ്. ഇസ് ഇറ്റ് ക്ലിയർ? മോളെ കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ നമ്മള് സിക്സ്ത് വൺ അല്ലേ? ബ്രസീൽ അല്ലേ? സോറി, സിക്സ്ത് വണ്ണില് എന്തുണ്ട്? മോണ്യൂമെന്റിന്റെ അടുത്ത് എന്തുണ്ട്? ഒരു നെയിം ഉണ്ട് അല്ലേ? വാട്ട്സ് ദാറ്റ്? എന്താണ് അത് വായിക്കുക? സൂര്യദേവ്, അതെന്താണ് വായിക്കുക മോനെ? മോണ്യൂമെന്റിന്റെ അടുത്തുള്ള ഒരു പേര്, അവിടെ എന്തോ പേര് കൊടുത്തിട്ടുണ്ട് അല്ലേ? സിക്സ്ത് വണ്ണില് വാട്ട് ഇസ് ദാറ്റ് മോനെ? Christ the Redeemer എന്നാണ് അത് വായിക്കുക. Christ the Redeemer. Okay, Christ the Redeemer. Okay, Christ the Redeemer. That's a monument situated in, അതെവിടെയായിരിക്കാം? സിറ്റി നെയിം എന്താന്ന് അറിയാമോ? സിറ്റി ഏത് സിറ്റിയിലായിരിക്കാം? Christ the Redeemer? ഷംവി, ആദിദേവിന് അറിയാമല്ലേ? ആദിദേവ് പറഞ്ഞോളൂ മോനെ, എവിടെയാണ് Christ the Redeemer? റിയോ ഡി ജനീറോ. ഓക്കെ, റിയോ ഡി ജനീറോയിലാണ് അല്ലേ? റിയോ ഡി ജനീറോ അവിടെ എഴുതുക. സിറ്റിന്നുള്ളടുത്ത് എഴുതുക റിയോ ഡി ജനീറോ. ഓക്കെ, RIO. ആൻഡ്രോസ് എഴുതുക. ആഗ്നസ് എഴുതുക മോളെ. RIO. സിറ്റി എന്നുള്ളടുത്താണ് കേട്ടോ എഴുതേണ്ടത്, കൺട്രി നെയിമിന്റെ അടുത്തല്ല. സിറ്റി നെയിം രണ്ടാമത്തെ കോളത്തിൽ. ഓക്കെ, സെക്കൻഡ് കോളം റിയോ ഡി ജനീറോ. RIO DE. 3 വേർഡാണ് അത് കേട്ടോ. RIO ചെറിയ ഗ്യാപ്പ് ഇട്ട് എഴുതുക. RIO DE JANEIRO. റിയോ ഡി ജനീറോ എഴുതിയോ? ആഗ്നസ് കിട്ടിയില്ലേ മോളെ? ഓക്കെ, എഴുതിയ. ഇനി നെക്സ്റ്റ് വരിക കൺട്രി അല്ലേ? കൺട്രി ഏതായിരിക്കാം? ബ്രസീൽ. ഓക്കെ, ബ്രസീൽ അല്ലേ? ഓക്കെ ഓക്കെ, ബ്രസീലിലാണ് റിയോ ഡി ജനീറോ അല്ലേ? അവിടാണ് ക്രൈസ്റ്റ് ദി റെഡീമർ എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് മോണ്യൂമെന്റ് അവിടെ ആണുള്ളത് അല്ലേ? ക്രൈസ്റ്റ് ദി റെഡീമർ ആണ് ഇവിടുത്തെ റിയോ ഡി ജനീറോ അല്ലേ? ബ്രസീലിലുള്ള റിയോ ഡി ജനീറോയിലെ ഏതാണ്? ക്രൈസ്റ്റ് ദി റെഡീമർ ആണ് അവിടുത്തെ ഫേമസ് മോണ്യൂമെന്റ് അല്ലേ? അൽന എഴുതിയോ മോളെ? എന്താണ് ഇന്നൊരു ഉഷാറില്ലാതിരിക്കുന്നത് അൽന? ഒന്നും മിണ്ടാതിരിക്കുവന്നല്ലോ അൽന. എന്താണ് മോളെ?
കുഴപ്പമൊന്നുമില്ലല്ലോ? ആർ യു ഓക്കെ? Yes. ഓക്കെ. അപ്പോ ഇനി 7th വൺ അല്ലേ? അവിടെ സിറ്റിന്റെ അടുത്ത് മാത്രം നെയിം കൊടുത്തിട്ടുണ്ടല്ലേ? സിറ്റി നെയിം കൊടുത്തിട്ടുണ്ടല്ലേ? അതെന്താണ് വായിക്കുക? ആരാന്ന് വായിച്ചു തരിക? ഷെഫി അതെന്താണ് വായിക്കുക മോളെ? സിറ്റിന്റെ അടുത്ത് ഒരു നെയിം കൊടുത്തിട്ടുണ്ടല്ലോ 7th വണ്ണില്. എന്താണ് മോളെ അത് വായിക്കുക? കിട്ടുന്നില്ല? San Francisco. ആ, സാൻ ഫ്രാൻസിസ്കോ ആണ് കേട്ടോ. ഒരു ഇസ്കോ അധികം ഉണ്ടല്ലേ? സാൻ ഫ്രാൻസിസ്കോ. ഓക്കെ, സാൻ ഫ്രാൻസിസ്കോ ആണ് അത് വായിക്കാം. ഓക്കെ, ദെൻ സാൻ ഫ്രാൻസിസ്കോ ഏത് കൺട്രിയിലാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? കൺട്രി നെയിമിന്റെ അടുത്ത് ബ്ലാങ്ക് ആണല്ലേ? അപ്പോ അത് ഏത് കൺട്രി ആണെന്ന് എഴുതുക. ദെൻ അവിടുത്തെ ഫേമസ് മോണ്യൂമെന്റ് ഏതാണെന്ന് എഴുതി വെക്കാം. ഓക്കെ, ആദിദേവിന് അറിയാം അല്ലേ? ആദിദേവ് എന്താണ് മോനെ? അലിനക്ക് അറിയാം. നമുക്ക് അലിനോട് ചോദിച്ചു നോക്കാം അല്ലേ? അലിന പറയും മോളെ, എന്താണത്? സാൻ ഫ്രാൻസിസ്കോ എവിടെയാണ് മോളെ അലിന? Russia. റഷ്യയിലാണോ മോളെ? റഷ്യയിലല്ലല്ലോ. റഷ്യയിലല്ല. ദെൻ നമുക്ക് ഷംവീലിനോട് ചോദിക്കാം അല്ലേ? ഷംവീൽ പറയുന്നുണ്ടല്ലേ? ഷംവീൽ പറഞ്ഞ മോനെ. Brazil. ബ്രസീലാണോ? ബ്രസീലുമല്ലല്ലോ. ബ്രസീലിലെ റിയോ ഡി ജനറിയോ നമ്മൾ പറഞ്ഞു. ക്രൈസ്റ്റ് റെഡീമർ പറഞ്ഞല്ലേ? ആ ശ്രീദേവ് പറയുന്നുണ്ടല്ലേ? ശ്രീദേവിനോട് ചോദിച്ചു. USA. ശ്രീദേവ് പറഞ്ഞ മോനെ. USA. USA. ഞാൻ മ്യൂട്ട് ചെയ്തു ഷംവീൽ. നിനക്കൊരു ചാൻസ് തന്നു, അത് പോയില്ലേ? നമുക്ക് ശ്രീദേവ് പറയുന്നുണ്ടല്ലേ? ഏതാ മോനെ ശ്രീദേവേ? USA. USA അല്ലേ? USA ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, യുഎസ്എയിലാണ് സാൻ ഫ്രാൻസിസ്കോ. അവിടെയുള്ള ഫേമസ് മോണ്യൂമെന്റ് ഏതാണെന്നും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ അവിടുത്തെ ഫേമസ് മോണ്യൂമെന്റ് എഴുതിയോ എല്ലാരും? USA എഴുതിയോ? 7th ഒന്നാമത്തെ കോളത്തിൽ എഴുതുക USA. ആഗ്നസ് എഴുതിയില്ലേ? വൈ ആർ യു ക്രൈയിങ് ആഗ്നസ്? USA എഴുതിയില്ലേ? ദെൻ സാൻ ഫ്രാൻസിസ്കോ അവിടെ ഉണ്ടല്ലേ? അവിടുത്തെ ഫേമസ് മോണ്യൂമെന്റ് ഏതാണെന്നും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? കുറെ പിക്ചർ മുകളിൽ തന്നിട്ടുണ്ടല്ലേ? 3 പിക്ചർ ഉണ്ട്. അതിൽ നമ്മൾ ആർട്ട് ദി ട്രിയോംഫ് എഴുതി, സിഡ്നി ഒപ്പേര ഹൗസും എഴുതി അല്ലേ? പിന്നെ ആദ്യം ഒരു പിക്ചർ കാണുന്നുണ്ടല്ലേ? ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ഉണ്ടല്ലേ കാണുന്നത്? എന്താണ് ആൻഡ്രോസ് പറയുന്നത്? ആൻഡ്രോസ് എന്തെങ്കിലും പറയുന്നുണ്ടോ? ആ, ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോ എഴുതുക, 3ാമത്തെ കോളത്തിൽ എഴുതുക. എന്താണ്? സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഫേമസ് മോണ്യൂമെന്റ് ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് ആണ്. എഴുതാ, എല്ലാരും എഴുതി വെക്കുക. ദേവാഞ്ജന എഴുതിയ മോളെ. ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ്, GOLDENGATE BRIDGE, BRIDGE. ഓക്കെ, ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എഴുതിയാ? ഷംവീൽ എഴുതിയില്ലേ? ഷംവീൽ. അഷിൻ വീഡിയോ എല്ലാം ഓഫ് ചെയ്ത് പോയ അഷിൻ? ഓക്കെ, എഴുതിയാ? ഇനി ഒന്നുകൂടെ ബാക്കിയുള്ളൂ അല്ലേ? 8th വൺ പറയട്ടെ? അല്ല, വായിൽ വെക്കല്ലേ അല്ല? 8th വൺ ഉണ്ടല്ലേ? കൺട്രി നെയിം ഇല്ല, സിറ്റി നെയിമും കൊടുത്തിട്ടില്ല അല്ലേ? അവിടുത്തെ ഫേമസ് മോണ്യൂമെന്റിന്റെ പേര് മാത്രം കൊടുത്തിട്ടുണ്ടല്ലേ? ക്രെംലിൻ പാലസ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ? ക്രെംലിൻ പാലസ്. അപ്പോ ക്രെംലിൻ പാലസ് എവിടാണ്, ഏത് സിറ്റിയിലാണ്, ഏത് കൺട്രിയിലാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോ ക്രെംലിൻ പാലസ് ഉള്ളത് സിറ്റി ഏതാണ് കണ്ടുപിടിക്കണം. നമ്മൾ എല്ലാം എഴുതി കഴിഞ്ഞല്ലേ? ആ കോളത്തിലുള്ള നെയിം എല്ലാം നമ്മൾ എഴുതി. ഇനി ഒറ്റൊരു നെയിം മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? അപ്പോ അതാരാ പറയാ? നമുക്ക് പറയാത്ത ഒരാളോട് ചോദിച്ചു നോക്കിയാലോ? ആരോടെ ചോദിക്കേണ്ടത്? ആൻഡ്രോസ് പറയുന്നുണ്ടോ? ആൻഡ്രോസ്. എബിനോട് ചോദിക്കാം നമുക്ക്.
എന്താണ് മോനെ? ഓക്കെ എബിൻ. എബിൻ പറഞ്ഞേ മോനെ, നമ്മൾ എല്ലാ സിറ്റി എഴുതി, എല്ലാ കൺട്രി എഴുതി, ഇനി 3 മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? അപ്പോ ആ കോളത്തിൽ ഒരു നെയിം മാത്രം ഇപ്പൊ ബാക്കിയുണ്ട് നമ്മൾ എഴുതാതെ വെക്കുന്നത്. അശ്വിൻ എവിടെ പോയി? ആ എബിൻ. ഓക്കെ എബിൻ പറയും മോനെ, അത് ഏതാണ് മോനെ? ഒന്ന് പറഞ്ഞേ മോനെ. കുറെ നെയിം എല്ലാം നമ്മൾ എഴുതിയതിന് ഒരു നെയിം മാത്രമേ അവിടെ ബാക്കിയുള്ളൂ. ആ നെയിം ഏതാണ്? അശ്വിന് കിട്ടിയില്ല അല്ലെ? മെക്സിക്കോ. മെക്സിക്കോ ആണോ മോനെ അത് വായിക്കുക? ഏകദേശം ഉദ്ദേശിച്ചത് തന്നെയാണല്ലേ? എബിൻ പറഞ്ഞത് മാറിപ്പോയി അല്ലേ? മെക്സിക്കോ എന്നല്ല അത് വായിക്കുക, മോസ്കോ എന്നാണ് വായിക്കുക. ഓക്കെ, അത് നമ്മൾ റീഡ് ചെയ്യാ. മോസ്കോ എന്നാണ് കേട്ടോ. മോസ്കോ സിറ്റി അല്ലേ? കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ടോ മോസ്കോ സിറ്റി? ഇൻ വിച്ച് കൺട്രി? ഏത് കൺട്രിയിലാണ് എബിൻ മോസ്കോ? ഈ ഒരു കൺട്രി നെയിം കൂടെ അവിടെ ബാക്കിയുണ്ട് അല്ലെ? നമ്മൾ ഇതുവരെ എഴുതാത്ത ഒരു കൺട്രി നെയിം കൂടെ അവിടെ ഉണ്ട്. ആ ഷംവീൽ, ഞാൻ കണ്ടു, ഷംവീൽ പറയുന്നത് കേട്ടു കേട്ടോ. എബിൻ അറിയാമോ മോനെ കൺട്രി നെയിം? ഓക്കെ ലിസൺ, ശ്രദ്ധിക്കാട്ടോ. നമുക്ക് ശ്രീദേവിനോട് ചോദിച്ചു നോക്കാം അല്ലേ? ശ്രീദേവ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ശ്രീദേവ്. റഷ്യ. ഓക്കെ റഷ്യ റൈറ്റ് ആൻസർ ആണ്. റഷ്യയിലാണ് മോസ്കോ സിറ്റി. ആ മോസ്കോ സിറ്റിയിലാണ് ക്രെംലിൻ പാലസ്. ഓക്കെ, അപ്പോ റഷ്യ, മോസ്കോ, ക്രെംലിൻ പാലസ്. ഓക്കെ, എല്ലാവരും എഴുതി കംപ്ലീറ്റ് ചെയ്തില്ലേ? റഷ്യ എഴുതുക, RUSSIA റഷ്യ. മോസ്കോ എഴുതുക, ക്രെംലിൻ പാലസ് ഓൾറെഡി അവിടെ ഉണ്ട് അല്ലേ? ഇനി ഓരോരുത്തരായിട്ട് 2, 4, 6, 8, 10, 11 അല്ലേ? 12 പേരുണ്ട് അല്ലേ? ഓരോരുത്തർ ഓരോ നെയിം വായിക്കുക, വൃത്തി എഴുതിയത് കേട്ടോ. ആദ്യം ഷെഫിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഷെഫി കൺട്രി നെയിം വായിക്കുക, സിറ്റി നെയിം വായിക്കുക, അവിടുത്തെ ഫേമസ് മോണ്യുമെന്റിന്റെ നെയിമും വായിക്കുക. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഇത് തൊട്ടപ്പോ മ്യൂട്ട് ആയിപ്പോയി. ഓക്കെ, ആയിട്ടില്ല മോളെ ഷെഫി. ഒന്നുകൂടെ. ഓക്കെ ഓക്കെ, വായിച്ചോളൂ മോളെ. കൺട്രി നെയിം. കൺട്രി ഓസ്ട്രേലിയ. ഓക്കെ, ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ. സിറ്റി. സിഡ്നി. സിറ്റി. കേൾക്കാൻ പറ്റുന്നില്ല മോളെ. ഫേമസ് മോണ്യുമെന്റ്. ഫേമസ് മോണ്യുമെന്റ് ഇൻ ദ കൺട്രി അല്ലേ? പേര് വായിച്ചാൽ മതി മോളെ. സിഡ്നി ഓപ്പറ ഹൗസ്. ഒപ്പേര ഹൗസ്. ഓക്കെ, സിഡ്നി ഒപ്പേര ഹൗസ് അല്ലേ? ഓസ്ട്രേലിയ സിഡ്നി ഒപ്പേര ഹൗസ്. ഓക്കെ, ദെൻ ഓക്കെ ആദിദേവ് അടുത്തത് വായിച്ചു മോനെ. ആദിദേവ്. ഇംഗ്ലണ്ട്, ലണ്ടൻ, ബിഗ് ബെൻ. ഓക്കെ, ഇംഗ്ലണ്ട്, ലണ്ടൻ, ബിഗ് ബെൻ അല്ലേ? ഓക്കെ റൈറ്റ്. ദെൻ ശ്രീദേവ് വായിച്ചു മോനെ അടുത്തത്. ആ ഓക്കെ, വായിച്ചോളൂ. ഇറ്റലി, റോം, ദ കൊളോസിയം. ഇറ്റലി, റോം, ദ കൊളോസിയം. ഓക്കെ ഓക്കെ, ദെൻ ആൻഡ്രോസ്. ആൻഡ്രോസ് അടുത്തത് വായിച്ചു മോളെ. അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ. അൺമ്യൂട്ട് ചെയ്യാം മോളെ. ഓക്കെ, വായിച്ചോ. USA, ന്യൂയോർക്ക്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. USA, ന്യൂയോർക്ക്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഓക്കെ, അടുത്തത് ആരാ വായിക്കുന്നേ?
അടുത്ത് നമുക്ക് ദേവപ്രിയനെ കൊണ്ട് വായിപ്പിക്കാം അല്ലേ? ദേവപ്രിയ ഒന്ന് വായിച്ചു മോളെ. ഇവിടെ ദേവപ്രിയ ഉണ്ട്. ദേവപ്രിയ കുറച്ച് ഇങ്ങോട്ട് വന്ന മോളെ. ദേവപ്രിയ ദേവപ്രിയ ഉണ്ട് കേട്ടോ ഇവിടെ. ദേവപ്രിയ അടുത്തത് വായിച്ചു മോളെ. ഫിഫ്ത്ത് വൺ. ഫ്രാൻസ്, പാരീസ്, ആർക്ക് ഡി ട്രിയോംഫ്. ആർക്ക് ഡി ട്രിയോംഫ് എന്നാണ് വായിക്കുക. എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ചുണ്ടനങ്ങുന്ന മാത്രം ടീച്ചർ നോക്കിയാൽ മതിയല്ലോ. വായിച്ചേ. ആർക്ക് ഡി ട്രിയോംഫ് അല്ലേ? കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ വായിക്കാൻ. 2 തവണ പറയുമ്പോ ശരിയാവും അല്ലേ? ആർക്ക് ഡി ട്രിയോംഫ്. ഓക്കെ. Then sixth one ആഗ്നസ്. sixth one വായിച്ച മോളെ. ആഗ്നസ് അൺമ്യൂട്ട് ചെയ്യാ, വായിക്കാം. ബ്രസീൽ, റിയോ ഡി ജനീറോ, ക്രൈസ്റ്റ് the Redeemer. Okay. Brazil, Rio de Janeiro, Christ the Redeemer. Okay. അടുത്തത് അൽന. അടുത്ത വായിച്ച മോളെ. 7th one. USA, San Francisco, Golden Gate Bridge. Okay. Then സൂര്യദേവ്. അടുത്തത് മോനെ. കേൾക്കുന്നില്ലല്ലോ. റഷ്യ, മോസ്കോ, ക്രെംലിൻ പാലസ് അല്ലേ? ഓക്കെ. സെബ. അടുത്തത് വായിച്ച മോളെ. സെബ ഒന്നാമത്തെ വായിച്ചാൽ മതി വീണ്ടും. കൺട്രി, ഓസ്ട്രേലിയ, സിറ്റി, ഏതാണ് സിറ്റി? നെയിം എന്താണ് മോളെ? സിഡ്നി. ഓക്കെ. കേൾക്കാൻ പറ്റാത്ത എന്താണ് മോളെ? സിഡ്നി. Then famous monument in the country. സിഡ്നി. famous monument in the country. ഏതാണ്? Opera House. Sydney Opera House. Okay. Then second വീണ്ടും ദേവാഞ്ജനോട് ചോദിക്കാം അല്ലെ നമുക്ക്. ദേവാഞ്ജന ഒന്ന് വായിച്ചു മോളെ. രണ്ടാമത്തെ വീണ്ടും വായിച്ചാ മതി. വായിച്ചോ. എന്താണ്? ഇംഗ്ലണ്ടാ? രണ്ടാമത്തെ കൺട്രി, സിറ്റി, അവിടുത്തെ ഫേമസ് മോണ്യൂമെന്റ്. ഇംഗ്ലണ്ട്, ലണ്ടൻ, ബിഗ് ബെൻ. ഓക്കെ, റൈറ്റ്. ഇംഗ്ലണ്ട്, ലണ്ടൻ, ബിഗ് ബെൻ അല്ലേ? ഓക്കെ. ചമ്പിയിൽ അടുത്തത് വായിച്ചു മോനെ. തേർഡ്. ഓക്കെ, വായിച്ചോ. ഇറ്റലി, റോം, ദ കൊളോസിയം. ഓക്കെ. Then അശ്വിൻ, വീഡിയോ സ്റ്റാർട്ട് ചെയ്ത്. അശ്വിൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തേ. അശ്വിൻ ഓക്കെ, വായിച്ചോ. അൺമ്യൂട്ട് ചെയ്ത് മോനെ. വേഗം അൺമ്യൂട്ട് ചെയ്യും മോനെ. നമ്മുടെ ടൈം ഇതാ കഴിയാൻ പോകുന്നു. വേഗം വേഗം വേഗം. ഇതൊരു ഓപ്ഷൻ വന്നിട്ടതാ, അത് അൺമ്യൂട്ട് ചെയ്യാ.
അശ്വിന് റേഞ്ചിന്റെ എന്തോ പ്രോബ്ലം ഉണ്ടല്ലേ? അശ്വിന് ഇടയ്ക്കിടെ കട്ടായി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഇത് നന്നായിട്ട് വായിക്കുക, പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ഏത് കൺട്രിയാണ്, ഏത് കൺട്രിയിലാണ്, ഏത് മൊണ്യൂമെന്റ് ആണ്, ഏത് സിറ്റിയിലാണെന്നല്ല പെട്ടെന്ന് പെട്ടെന്ന് പ്രതീക്ഷിക്കാതിരിക്കുമ്പോ ചോദിക്കും. അപ്പൊ പറയാത്തവർക്ക് എന്തുണ്ട്? പറയാത്തവർക്ക് എന്തുണ്ട്? നല്ല അടിയുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, ബൈ ബൈ ബൈ. ഓക്കെ, ആൻഡ്രോസ് ഒരു ബൈ പറയൂ. ആൻഡ്രോസ് എന്താണ്? ഓക്കെ, ബൈ 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 ബൈ.